ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ കുമ്പളങ്ങ കൊണ്ടൊരു പുളിശ്ശേരി ഉണ്ടാക്കി. അത് ഉണ്ടാക്കുന്നവരെ ഞാൻ കാണിച്ചു തരാം. 1/2 കിലോ കുമ്പളങ്ങ വെച്ച് ഇതുപോലെ കട്ട് ചെയ്യുക. അതിനുശേഷം പാത്രത്തിലേക്കിട്ട് അതിലേക്ക് വേണ്ടുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയാണ് ഇട്ടത്. കറിവേപ്പിലയും പാകത്തിന് വെള്ളം ഒഴിച്ച് ഗ്യാസിൽ വെക്കുക. ഗ്യാസ് ഓൺ ചെയ്യുക. അതിന് ഇളക്കിയിട്ട് അടച്ച് വെക്കുക. അത് അവിടെ നിന്ന് കിടന്ന് വേവട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട അരവ് എന്താണെന്ന് നോക്കുക. ഞാൻ അരമുറി തേങ്ങ എടുത്തത്. തേങ്ങ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ എടുക്കൽ. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മിക്സിയിൽ അരക്കുകയാണ് സാധാരണ ചെയ്യൽ. ഈ തേങ്ങയുടെ കൂടെ 4 മുളക്, നല്ല എരിവുള്ള മുളകാണ്. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ടേസ്റ്റിനനുസരിച്ച് എടുക്കുക. ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മിക്സിയിൽ നന്നായി പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇത് നമ്മളെ കുമ്പളങ്ങ ഇവിടെ എത്തി നോക്കുക. കുമ്പളങ്ങ പാകത്തിന് ഉപ്പിടണം. ഉപ്പിട്ടതിന് ശേഷം ഇളക്കി അതിൽ അരവൊഴിക്കുക. അരവൊഴിച്ച് അതിന് ശേഷം തൈര് ഒഴിക്കുക. ഞാൻ തൈര് ലൂസായിട്ട് കാണുന്നത്, തൈര് മിക്സിയിലൊന്ന് അടിച്ച് എനിക്കൊണ്ടാണ് ലൂസായിട്ട് കാണുന്നത്. ഇനി അതൊന്ന് പത വന്നതിന് ശേഷം ഓഫാക്കിയിട്ട് പിന്നെ നമുക്ക് വറവിടാം. വറവിൽ കടുക്, കുറച്ച് ഉലുവ, അത് പൊട്ടിയതിന് ശേഷം മുളക് ഇട്ട് അത് മുളക് മൂത്തതിന് ശേഷം കറിവേപ്പിലിടണം. കറിവേപ്പില കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അത് കറിവേപ്പിലിട്ടതിന് ശേഷം വറുത്ത് പിടിച്ച ഉലുവ കുറച്ചും കൂടി ഞാൻ അതിനകത്ത് ഇട്ടിട്ട് അത് കറിയിലേക്ക് ഒഴിക്കുക. അങ്ങനെ നമ്മളെ നല്ല ടേസ്റ്റിയായ കുമ്പളങ്ങ പുളിശ്ശേരി റെഡി. ഇത് നിങ്ങളും ട്രൈ ചെയ്യണേ. നിങ്ങൾക്കിഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യണേ.